സർ, വേടനെ കുറിച്ചറിയാലോ. വേടൻ ഇപ്പോൾ വില്ലുവണ്ടി പുരസ്കാരം സമ്മാനിച്ചിരിക്കുകയാണ്. വില്ലുവണ്ടി പുരസ്കാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പിന്നാക്ക ജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ പുരോഗതിക്ക് വേണ്ടി യത്നിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നൽകപ്പെടുന്ന ഒരു പുരസ്കാരമാണ്. മഹാത്മാ അയ്യങ്കാളി, എല്ലാ അർത്ഥത്തിലും മഹാത്മാ എന്നുള്ള ആ പേരിന്, ആ വിശേഷണത്തിന് അർഹനായിട്ടുള്ള അയ്യങ്കാളിയുടെ പേരിൽ നൽകപ്പെടുന്ന ഒരു അവാർഡാണ്. അത് അർഹമായിട്ടുള്ള കരങ്ങളിലേക്ക് തന്നെ പോകണം എന്നുള്ളത് അയ്യങ്കാളിയോട് നമ്മൾ കാണിക്കുന്ന ആദരമാണ്. അല്ലാത്ത കൈകളിലേക്ക് പോകുന്നത് അനാദരമാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു അനാദരമാണ്, അപക്വതയാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നിലപാടിതാണ്. കഞ്ചാവ്, അതുപോലെ തന്നെ തെറി, ഇതൊക്കെ ചേർത്ത പാട്ട്, ആ പാട്ടിൻ്റെ പാലാഴിയാണ് കേരളത്തിൽ ഉടനീളം തീർത്തത്. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടല്ലോ. അതിൻ്റെ പിന്നിലെ കഞ്ചാവിനും തെറിക്കും ഒരു സാധൂകരണമാവുന്നില്ല ഒരിക്കലും. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാവില്ല ഒരിക്കലും മാനദണ്ഡം. അങ്ങനെയാണെങ്കിൽ ഇൻ്റർനെറ്റിലെ സൈബർ സ്പേസുകളിൽ ധാരാളം അശ്ലീല ചിത്രങ്ങൾ ഉണ്ടാവാറുണ്ട്, പലരും കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ വൈറലാവുന്നതും അത്തരം ചിത്രങ്ങളായിരിക്കാം. പക്ഷേ അതൊരു മാനദണ്ഡമാവാൻ പാടില്ല. അത്തരം ഒരു മാനദണ്ഡത്തിലാണ് ഇവിടെ ഇപ്പോൾ ഈ ബഹുമതി കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ ധാരാളമായിട്ട് പിന്നോക്ക ജാതിക്കാർക്കിടയിലുള്ള ഈ വിനോദമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഏറ്റവും അർഹനായ വ്യക്തി CJ കുട്ടപ്പനായിരുന്നു. CJ കുട്ടപ്പൻ അദ്ദേഹത്തിനെ പോലെ മനോഹരമായിട്ട് വാമൊഴിയായിട്ട് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഈ നാടോടി പാരമ്പര്യം പ്രേക്ഷകരിൽ എത്തിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിയില്ല. ഇത്ര മനോഹരമായിട്ട് നാടൻ പാട്ടിൻ്റെ സമസ്ത സൗന്ദര്യവും ആവാഹിച്ചുകൊണ്ടുള്ള ആലാപനങ്ങൾ നടത്തി നാടൻ പാട്ടിൻ്റെ സൗന്ദര്യം, മുക്തകണ്ഠമായ സൗന്ദര്യം പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തിയ ഒരു ആളായിരുന്നു CJ കുട്ടപ്പൻ. അതുപോലെ തന്നെ നമ്മൾ ഈ അവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വയനാട് പോലുള്ള, അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളിൽ ആദിവാസികൾക്കിടയിൽ, ഗിരിവർഗങ്ങൾക്കിടയിൽ, പിന്നാക്ക ജാതിക്കാർക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് നൽകുന്ന പുരസ്കാരമായിട്ടാണ്. അങ്ങനെയുള്ള എത്രയോ ഡോക്ടർമാരും സന്നദ്ധ പ്രവർത്തകരുമൊക്കെ ഉള്ളപ്പോഴാണ് തെറിപ്പാട്ടിലൂടെ, അതുപോലെ തന്നെ കഞ്ചാവിൻ്റെ ഉപയോഗത്തിലൂടെ തെറ്റായിട്ടുള്ള മാതൃകകൾ കാണിച്ചിട്ട് പക്ഷേ അതിൽ നിന്നിപ്പോൾ കുറച്ച് മാറ്റം വന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാളിന് ഇപ്പോൾ നമ്മൾ പുരസ്കാരം കൊടുത്തിരിക്കുന്നു. അപക്വത എന്ന് ഞാൻ പറയുന്നത്, എനിക്ക് രാമനെ അറിയില്ല പക്ഷേ വാൽമീകിയെ അറിയാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടാണ്. തീർച്ചയായിട്ടും മഹാത്മാഗാന്ധിയെ എനിക്കറിയില്ല, നാഥുറാം വിനായക ഗോഡ്സെ അറിയാം എന്ന് പറയുന്നത് പോലൊരു വല്ലാത്ത ഉക്തിയും യുക്തിയുമായി പോയത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരാളിൻ്റെ കൈകളിലേക്ക് പുരസ്കാരം എത്തുന്നത് അയ്യങ്കാളിയുടെ ആത്മാവ് സഹിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. അയ്യങ്കാളി ആരായിരുന്നു എന്നുള്ള അറിവ് അയ്യങ്കാളി ഇദ്ദേഹത്തിന് അറിയുമോ എന്ന് എനിക്ക് സംശയം. കാരണം സവർണ മേധാവിത്വം കൂടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സാമൂഹിക പരിസ്ഥിതിയിൽ വില്ലുവണ്ടിയിലേറെക്കൊണ്ട് മാടമ്പിമാരുടെയും ജന്മിമാരുടെയും സവർണ മേധാവികളുടെയും നടുവിലൂടെ എനിക്കും വില്ലുവണ്ടി ഓടിക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന ശബ്ദം കേൾപ്പിച്ച ധീരനായ വിപ്ലവകാരി തന്നെയായിരുന്നു അയ്യങ്കാളി. അപ്പോൾ അയ്യങ്കാളിക്ക് സമാനമായിട്ടുള്ള വ്യക്തികൾക്ക് വേണം അവാർഡ് കൊടുക്കാൻ. മാറുമറയ്ക്കാൻ പോലുമുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ കാലത്താണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ജനനവും പിറവിയും ഒക്കെ. എന്നിട്ട് തന്നെ പ്രജാമണ്ഡലത്തിൽ, പ്രജാപ്രതിനിധി സഭയിൽ ഇവർക്ക് വേണ്ടിയുള്ള ശബ്ദം ഉയർത്താൻ അദ്ദേഹം തയ്യാറായി. ഒരു വിധത്തിൽ ജനാധിപത്യത്തിൽ കൂടി ശ്രമിക്കുകയും മറുവശത്ത് പ്രക്ഷോഭത്തിലൂടെ തങ്ങൾക്കെതിരെ കർഷകർ, പിന്നാക്ക വിഭാഗക്കാർക്കെതിരെ കർഷകർ മർദ്ദനമുറകൾ തുടർന്നാൽ നിങ്ങളുടെ പാടങ്ങൾ തരിശു പാടങ്ങളായി കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം നടത്തുകയും ചെയ്ത മഹാനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ പിറവി കൊള്ളും മുമ്പേ ആദ്യത്തെ തൊഴിലാളി സമരം സംഘടിപ്പിച്ചത് ഈ അയ്യങ്കാളിയാണ്. അത്ര മഹാനായിട്ടുള്ള ഒരു മഹാത്മാവായി വളർന്ന ഒരു മനുഷ്യൻ്റെ പേരിലുള്ള അവാർഡ് ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ട് കുറേ പാട്ടുകൾ കൊണ്ട് നാളെ അങ്ങ് പോകാവുന്ന അശനിപാതം പോലെ മാത്രമുള്ള നിമിഷ ജ്യോതിസായിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുന്നത് ഒരു ചെറുപ്പക്കാർക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ലഹരി കൊള്ളുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ ഇതുപോലുള്ള പാട്ടുകളും വാങ്മയങ്ങളും നേരത്തെ തന്നെ ഉണ്ട്.
നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് നോക്കൂ, ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ ചന്തം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ആ പാട്ട് അതിൻ്റെ സ്വരത്തിൽ ഞാനിപ്പോൾ പാടുന്ന ആ വികൃതമായ ശബ്ദത്തില്ല, അതിൻ്റെ ശരിയായിട്ടുള്ള ട്യൂണിലും നീട്ടിലുമൊക്കെ ചൊല്ലി കഴിയുമ്പോൾ നമുക്കുണ്ടാക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തെറിയുമില്ലതിൽ, യാതൊരു വിധമായിട്ടുള്ള കഞ്ചാവിൻ്റെ ലഹരിയുമില്ലാത്ത അത്തരം പാട്ടുകൾ ആരാണ് എഴുതിയതെന്നൊന്നും ആർക്കും അറിയില്ല, ഗവേഷണം പോലും നടക്കുന്നില്ല. അങ്ങനെയുള്ള പാട്ടുകളുടെ ഖനിയാണ് നമ്മുടെ നാടൻ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെറിയല്ലത്, ഒരൊറ്റ തെറി പോലുമില്ല. അതുപോലെ തന്നെ നമ്മൾ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കൺമണി, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ആരും വന്നില്ലിന്നു വരെ. എന്തുകൊണ്ടാണ് വരാതിരുന്നതെന്ന് രഞ്ജിനിക്ക് മനസ്സിലായോ? ചന്തമുണ്ട്, സൗന്ദര്യമുണ്ട്, പക്ഷെ എന്താണ് വരാത്തത്? എന്തായിരിക്കാൻ കാരണം? അതാണ് അതിൻ്റെ പോയിന്റ്. അത് പറയാതെ തന്നെ ഇത് വ്യംഗിപ്പിക്കുകയാണ്. അതാണ് ശരിയായിട്ടുള്ളൊരു കവിതയുടെ സംസ്കാരം, ഈണം, അതുപോലെ തന്നെ മട്ട്, എല്ലാത്തിലും അതിൽ ആ സംസ്കാരം. ഇതിന് വൃത്തനിബദ്ധമല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ആഢ്യത്വം ഈ കവിതയ്ക്കില്ലെങ്കിലും നാടൻ സുന്ദരമാണ്. അതുപോലെ തന്നെ ആദിവാസികളുടെ നൃത്തം കണ്ടിട്ടുണ്ടോ? ആദിവാസികളുടെ എത്ര ചടുലമായ നൃത്തമാണെന്നറിയോ? തേക്കടി പോയി ഒന്ന് ചെയ്തു നോക്കൂ. വളരെ സ്റ്റാമിന വേണ്ട ഒരു നൃത്തമാണത്. തുമ്പ ഡാൻസ് എന്ന് പറയുന്നതിനേക്കാൾ സ്റ്റാമിന വേണ്ട ഒരു നൃത്തമാണ്. ഞാൻ അവരോടൊപ്പം നിന്ന് നൃത്തമാടിയിട്ടുണ്ട്. അവർക്കൊരു പ്രശ്നമില്ല സ്റ്റാമിനയുടെ. നമ്മൾ കുഴഞ്ഞു പോകും കുറച്ച് ആ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക്. അത്ര മനോഹരമായിട്ടുള്ള ചടുലമായിട്ടുള്ള നൃത്തങ്ങളും ഒക്കെ ഉള്ള ഒരു സംസ്കാരമാണ്. ഈ വിദേശത്തു നിന്നുള്ള ഈ റാപ്പ് സംഗീതം ഇങ്ങോട്ട് റാപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ സംസ്കാരത്തിന് മേലിൽ ഒരു ആധിപത്യം നടത്തേണ്ട ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു പഴഞ്ചനായതുകൊണ്ടായിരിക്കും. രഞ്ജനി എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, ഇതിനകത്ത് വേടന്റെ ചില വരികൾ കൊള്ളാം. ചില വരികൾ. ഏത് വരിയാണ്? ഒരു വരി ഒന്ന് പറഞ്ഞതുപോലെ കടലമ്മ. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ, കാരണം അത്രയ്ക്ക് ഇതായിട്ടുള്ള ഇതല്ല പെട്ടെന്ന് ഓർമ്മ വരും. അതിന്റെ അർത്ഥം അത്ര വലിയ സ്വാധീനം ചെലുത്തിയിട്ടില്ലെന്ന്, അല്ലെങ്കിൽ എന്നെ ഇത്ര സ്വാധീനിച്ചതുകൊണ്ടാണ് എനിക്ക്, ഞാൻ പാട്ടുകാരനല്ലെങ്കിലും എനിക്ക് പറയാൻ തോന്നുന്നു. അത്ര മനോഹരമാണ്, അതെന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ശരി, പറഞ്ഞോളൂ. അപ്പം അങ്ങനെയുള്ള ചില വരികൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ആ വരികളിൽ നല്ല സാഹിത്യമുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ തലമുറയ്ക്ക് ഇപ്പം ഈ ഒരു വില്ലുവണ്ടി പുരസ്കാരം എന്ന് പറയുമ്പോൾ താഴേക്കിടയിലുള്ള ഈ പറഞ്ഞ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും ഈ ദളിതർക്കും ഒക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ പോരാടി, എന്തൊക്കെ നേട്ടങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ എന്താണ് അവർക്ക് വേണ്ടി അവരുടെ ഇടയിൽ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വേടൻ വെറും ബിഗ് സീറോ എന്ന് തന്നെ ഞാൻ പറയേണ്ടിയിരിക്കും. ഒന്നോ രണ്ടോ പാട്ടുകൾ ദളിതർക്ക് വേണ്ടി പറയുന്നത് അതൊരു നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളല്ല. ഇപ്പം ഈ പറഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്ന സിറിയയും മറ്റേ ഇസ്രയേലിനും പലസ്തീനെയൊക്കെ ബാധിച്ചിട്ടുള്ള യുദ്ധങ്ങളും ഒപ്പം ഒരു വരി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വരി മാത്രമേ ഉള്ളൂ. അതും എല്ലാം കൂടെ ചേർന്നാൽ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ മറ്റ് ദളിതർക്ക് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ഇന്നത്തെ ദളിതർ അനുഭവിക്കുന്ന വിഷയങ്ങളോ അല്ലെങ്കിൽ ഇന്നത്തെ ഈ പറഞ്ഞോണം ആദിവാസി മേഖലയിൽ അനുഭവിക്കുന്ന വിഷയങ്ങളോ ഒന്നും എടുത്തു കാണിച്ച് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ പ്രവർത്തിക്കാത്ത വേടന് ഈ ഒരു അംഗീകാരം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കലാഭവൻ മണിയെ പോലുള്ള എത്രയോ പേരുകൾ ഈ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇതിനു മുമ്പേ നാടൻ പാട്ടുകൾ ജനങ്ങളുടെ ഇടയിൽ എന്തോരം ശ്രദ്ധ, ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ അന്നൊക്കെ ഓണ സമയത്തൊക്കെ ഇവരുടെ കലാഭവൻ മണിയുടെയൊക്കെ പാട്ടുകളും എന്തോരം വമ്പൻ ഹിറ്റായിരുന്നു. അന്നൊക്കെ നമ്മൾ ഈ റേഡിയോയിലൂടെയും ടേപ്പ് റെക്കോർഡർ വാങ്ങിക്കാൻ കിട്ടത്തില്ലായിരുന്നു ഇവരുടെയൊക്കെ മ്യൂസിക്കിൻ്റെ. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും പ്രത്യേകിച്ച് കലാഭവൻ മണി ആരെയും നമ്മൾ പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു താഴേക്കിടയിലുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ്. നമ്മൾ ആരും മലയാളികളെ അകറ്റി നിർത്തിയിട്ടില്ല. അദ്ദേഹത്തിനെ മലയാളികളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയാണ് ഇന്നും. അദ്ദേഹത്തിന് മരണമില്ല എന്ന് തന്നെ ഞാൻ പറയും. അപ്പം അങ്ങനെ ഇപ്പോഴും എല്ലാ മലയാളികളും ജാതിയൊക്കെ മറന്ന് നെഞ്ചോട് ചേർത്ത് ഓരോ വ്യക്തികളെയും വെക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടങ്ങളിലായിട്ടുള്ള ചില ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ജാതി വിരുദ്ധത ഉണ്ട്. അപ്പം അതിനെതിരെ എന്താണ് വേടൻ ചെയ്യുന്നത്? അല്ല പഴയ കാലത്തെ തമ്പ്രാക്കന്മാരുടെ കാലത്തെ അല്ലെങ്കിൽ സാമുദ്രിക കാലത്തെ കുറേ കാര്യങ്ങൾ എടുത്തിട്ട് പാട്ടാക്കിയാൽ അത് ജനനന്മ ഉണ്ടാകുമെന്ന് തോന്നില്ല. അത് കൂടുതൽ വെറുപ്പ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ സവർണർ എന്ന് പറയുന്നത് ശരിക്കും ഭിക്ഷയെടുക്കുകയാണ്. സവർണർ എന്ന് പറയുന്ന യഥാർത്ഥ സവർണർ എവിടെയാണ്? ബ്രാഹ്മണർ അല്ലെങ്കിൽ ഈ ക്ഷത്രിയർ എന്ന് പറയുന്ന യഥാർത്ഥ ക്ഷത്രിയരും ബ്രാഹ്മണർ നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്നാലും അറിയാം. ഈ ഇവിടെ
അഗ്രഹാരം പോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് അവർ അന്നന്ന് കഴിയാണ്, അവർക്ക് എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴേ അവരുടെയൊക്കെ അവസ്ഥ പാലക്കാട്, അതെ, ആ പഴയ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇനി ആ കാലഘട്ടത്തിനെ ചേർക്കാതെ 2 വിഭാഗമായി തിരിക്കുകയാണ് ചെയ്യുന്നത്, സമ്പന്നർ, ദരിദ്രർ. അങ്ങനെയെങ്കിൽ വേടൻ ചെയ്യുന്നത് ഈ ദരിദ്രർക്ക് വേണ്ടി പാട്ടുകൾ എഴുതി അവരുടെ ഇടയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, ജാതി മാറ്റിവെക്കുക, മതം മാറ്റിവെച്ചുകൊണ്ട്, രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ദരിദ്രർക്ക് വേണ്ടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള വേടൻ എഴുതുന്ന വരികൾക്ക് അവാർഡ് നൽകട്ടെ. ഞാൻ വിചാരിച്ചു പുതിയ തലമുറയായതുകൊണ്ട് രഞ്ജിനി എന്നോട് റാപ്പ് സംഗീതം ഞാൻ തെറ്റാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ അത് അത് ഈ ഒരു പക്ഷേ യുവതലമുറകൾക്ക് കുറച്ച് ഡാൻസ് ഒക്കെ കളിക്കാനും പക്വതയോട് പറഞ്ഞോണം ഇതൊക്കെ പാടാനും ഒക്കെ. പിന്നെ ഈ വേടൻ്റെ റാപ്പ് സംഗീതത്തിന് ഒരു ഗുണമുള്ളതെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അയ്യങ്കാളിയെ പറ്റിയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സിറിയെ പറ്റിയും യുദ്ധങ്ങളെയൊക്കെ പറ്റിയും ന്യൂസുകൾ ഇരുന്ന് വായിക്കാത്ത കുട്ടികൾക്ക് പാട്ടിലൂടെ ഒരു പക്ഷെ അവരെ ഇൻസ്പയർ ചെയ്യാൻ വേടൻ്റെ പാട്ടുകൾ, നമ്മളത് മോശമെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഈ പുരസ്കാരങ്ങളൊക്കെ നൽകുമ്പോൾ വേടൻ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം സാറ് ആദ്യം ചോദിക്കുന്നുണ്ടല്ലോ, അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല, പാടിക്കോട്ടെ, റാപ്പ് ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ നാടൻ പാട്ടുകൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അതാണ് നമ്മൾ ഈ അധകൃതരോട് നമ്മൾ ചെയ്യുന്ന, അതുപോലെ അധികൃതർ ചെയ്യുന്ന, അതായത് ഭരണാധികാരികൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്.